പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബ് 4-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മൾ പലരും അറിഞ്ഞും അറിയാതെയും നമ്മുടെ സന്നിധിയിലാണ് കർത്താവ് താഴ്മയായി നിൽക്കുന്നത് എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ അഹങ്കരിക്കുന്നു. കർത്താവിനാണ് നമ്മെക്കൊണ്ട് ആവശ്യം എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും ഈ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ സൗഭാഗ്യങ്ങൾ ഭൗതിക ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക. നമുക്ക് എന്താണ് അഹങ്കരിക്കാനായിട്ടുള്ളത്? ഇപ്പം ഞാനിന്ന് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. ദൈവത്തിന് നന്ദി, കർത്താവ് വളരെ ഭംഗിയായിട്ട് യാത്രയൊക്കെ നടത്തി തന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തും അയൽവാസിയുമായിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരത്തിൽ നമ്മൾ വരുന്നത് how many more days we have. അതായത് ഒരു 65 വയസ്സ് വരെയൊക്കെ ജീവിച്ച ഒരാൾക്ക് ഇനി എത്ര കാലം കൂടി മുന്നോട്ടുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ പറയാണ് ഒരു 85 വയസ്സ് വരെയൊക്കെ ഒരാൾ ഇന്നത്തെ കാലത്ത് ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു 65-കാരൻ പറയുന്നു 20 വർഷം കൂടി ജീവിച്ചാൽ. 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വലുതായി തോന്നും. പക്ഷേ അത് ദിവസങ്ങളായി ചുരുക്കുമ്പോൾ അത് വെറുതെ 7000-ൽ താഴെ ദിവസങ്ങളായി മാറുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ദിവസങ്ങൾ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തിനെക്കുറിച്ചാണ് അഹങ്കരിക്കുന്നത്? നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചാണോ? അത് ജരാനരകൾ ബാധിച്ച് അത് കുറഞ്ഞു പോയി അവസാനം അത് പുഴുക്കൾക്ക് ആഹാരമായി മാറുന്നു, അല്ലെങ്കിൽ അഗ്നിക്കിരയാകുന്നു. നമ്മുടെ അറിവിനെക്കുറിച്ചാണോ നമ്മൾ അഹങ്കരിക്കുന്നത്? നമ്മളെക്കാളുമൊക്കെ അറിവുള്ള എത്രയോ പേർ ഈ ഭൂമിയിൽ ജീവിച്ചു. അവരൊക്കെ ഇന്ന് എവിടെ? അല്ലെങ്കിൽ തന്നെ നമ്മളെക്കാട്ടിലുമൊക്കെ സ്മാർട്ടായിട്ടുള്ള, ബുദ്ധിപരമായും എല്ലാം കൊണ്ടും സ്മാർട്ടായിട്ടുള്ളവരുടെ വാർദ്ധക്യകാലം ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ സിമിട്രിയിലൊക്കെ പോയി കുറച്ച് നേരം നിന്നാൽ മതി. ഓരോ കുഴിമാടത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ എത്ര വലിയ കൊലകൊമ്പന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ വീടെല്ലാം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നവരല്ലേ നമ്മൾ? ഒരു യുദ്ധം വന്നാൽ വെറുതെ അഭയാർത്ഥികളായി പലായനം ചെയ്യേണ്ടവരല്ലേ നമ്മൾ? നമ്മൾ എന്തിനെക്കുറിച്ചാണ്
നമ്മൾ ഊറ്റം കൊള്ളുന്നത്. നമുക്ക് ഒരേ ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രമേ അഹങ്കരിക്കാൻ സാധ്യമാകൂ. നമുക്ക് യേശു ക്രിസ്തുവിനെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് യേശു ക്രിസ്തുവിനെ അറിയാം എന്ന കാര്യത്തിൽ മാത്രം നമുക്ക് ഊറ്റം കൊള്ളാം. അതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവ് വെളിപ്പെടുത്തുന്നവനല്ലാതെ കർത്താവിനെ അറിയാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ കൃപയാലല്ലാതെ നമുക്ക് കർത്താവിനെ അറിയുവാൻ സാധിക്കുകയില്ല. നമ്മുടെ അന്തരാത്മാവ്, നമ്മുടെ ഓരോ ചിന്തകളും അറിയുന്ന കർത്താവിൽ നിന്ന് നമുക്ക് എന്താണ് മറച്ചു വയ്ക്കാൻ സാധിക്കുക? അയോഗ്യനായ മനുഷ്യ, നമുക്ക് ഏറ്റവും എളിമയോടെ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം യാചിക്കാം. കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവായി കർത്താവിന് നമുക്ക് വഴിമാറിക്കൊടുക്കാം. അവൻ നമ്മെ നയിക്കും. കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട്. അത് നന്മയിലേക്കുള്ള പദ്ധതികളാണ്. അപ്പോൾ ഹൃദയ പരമാർത്ഥതയുള്ളവരെ അവൻ രക്ഷിക്കുന്നു, അഹങ്കരിക്കുന്നവരെ അവൻ താഴെ തള്ളിയിടുന്നു. നമുക്ക് എളിമയോടെ വർത്തിക്കാം. നമ്മുടെ എല്ലാ ഇടപാടുകളും, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും എളിമയുള്ളതാകട്ടെ. നിർമ്മലരായി എളിമയോടെ നമുക്ക് ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കാം. അപ്പോൾ എളിമ നമുക്ക് വരണമെങ്കിൽ കർത്താവാകുന്ന നിധി, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന നിധി നമ്മളിലുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് വരണം. ഇതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എനിക്ക് ജീവിതം ക്രിസ്തു ആണെന്ന് പറഞ്ഞ അപ്പസ്തോലന്മാർ, അതുപോലെ നമ്മുടെ ജീവിതവും വചനാധിഷ്ഠിതമാകട്ടെ. അതിനെപ്പോഴും വചനം വായിക്കുക, ധ്യാനിക്കുക. ക്രമേണ നമ്മുടെ മാംസം വചനം ധരിക്കും. അവൻ വലുതാവുകയും ഞാൻ ചെറുതാവുകയും വേണം. അപ്പോൾ നമ്മൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമ്മൾ അനുഭവിക്കും. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, worship you, adore you, Jesus Christ. Love you, Jesus Christ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.